കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഇപ്പോൾ ആന്റണി ജിസ് ജോർജിൽ കൂടി നമ്മൾ പോകുന്നു. ആന്റണി, ഇപ്പോൾ സൈനിക വാഹനവും അതുപോലെ തന്നെ ആംബുലൻസും ഒക്കെ ബെയിലി പാലത്തിലൂടെ കടത്തിവിട്ടിരിക്കുന്നു. ഇനി അതിൻ്റെ ആ പാലത്തിൻ്റെ ബലം ഒന്നുകൂടി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇനി വാഹനങ്ങളൊക്കെ അപ്പുറത്തേക്ക് കടത്തിവിട്ട് ഉള്ള ഒരു തെരച്ചിലേക്കാണ് ഇനി പോകുന്നത്. ഇന്ന് തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നും പറയുന്നു. ഇനി നാളെയുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി പ്രവർത്തനങ്ങൾ നടക്കുക? തീർച്ചയായും ആ പാലത്തിന്റെ പണി പൂർത്തിയായതിന് പിന്നാലെയാണ് സൈന്യം ആദ്യം അവരുടെ ഒരു ചെറിയ വാഹനമാണ്, ഒരു കാറാണ് അതിലൂടെ കയറ്റിവിട്ടത്. ഇപ്പോൾ സൈന്യത്തിൻ്റെതല്ലാത്ത ഒരു വാഹനം, ഇപ്പോൾ ഒരു ജീപ്പ് ആ ഭാഗത്തേക്ക് കയറ്റിവിടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സൈന്യത്തിൻ്റെതല്ലാത്തൊരു വാഹനം ഇപ്പോൾ ഈ പാലത്തിലൂടെ കടത്തിവിടുന്നു. ആദ്യം ഒരു ജീപ്പ് അതിലൂടെ കടത്തിവിട്ടു. അതിനുശേഷം സൈന്യത്തിൻ്റെ തന്നെ ഒരു ചെറിയ വാഹനം, ഒരു ജീപ്പാണ്, ഒരു ജീപ്പ് അതിലൂടെ കടത്തിവിട്ടു. അതിനുശേഷം ഒരു ആംബുലൻസ് ആണ് സൈന്യത്തിൻ്റെ കടന്നുപോയത്. അതിനുശേഷം ഹെവി ട്രക്ക് ആ പാലത്തിലൂടെ കടന്നുപോയി ആ പാലത്തിൻ്റെ ബലം പരിശോധിച്ചു. അതിനുശേഷം ഇപ്പോൾ പുതിയ മറ്റ് വാഹനങ്ങൾ കൂടി ഇപ്പോൾ കടത്തിവിട്ട് തുടങ്ങിയിരിക്കുന്നു. ബെയിലി പാലം ഇപ്പോൾ അത് സജ്ജമായിരിക്കുന്നു. ഇനി രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഒരു വേഗത കൈവരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഈ വഴിയിൽ കൂടുതൽ വലിയ വാഹനങ്ങളടക്കം കയറ്റിക്കൊണ്ടു പോകാൻ കഴിയുമെന്നുള്ളത് പാലം ശക്തി തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി വലിയ ലോറികളും അതുപോലെ തന്നെ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളും ഇതിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നാളെ മുതൽ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പുഴയിൽ ഒഴുക്ക് കൂടുന്ന സാഹചര്യത്തിൽ പോലും രക്ഷാപ്രവർത്തകർക്ക് വേഗത്തിൽ ഈ പാലത്തിലൂടെ സുരക്ഷിതമായി ഈ ചുരൽമല ഭാഗത്തേക്ക് കടന്നു വരാനും തിരികെ പോകാനും ഒക്കെ സാധിക്കുമെന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, നേരത്തെ നമ്മളോട് സംസാരിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞതുപോലെ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ നടക്കുന്ന മേഖലയിലേക്ക് ഈ നിലവിൽ രക്ഷാപ്രവർത്തകർ 2-2.5 കിലോമീറ്ററും ഒക്കെ നടന്നാണ് കടന്നു പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി നേരെ അവിടേക്ക് ഈ വാഹനത്തിൽ വേഗത്തിൽ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ഒരു വലിയ ആശ്വാസം. അതുകൊണ്ട് തന്നെ അതായത് ഇനി തെരച്ചിലിന് ഈ രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ കൂടി സഹായകമാകും ഈ ബെയിലി പാലത്തിലൂടെ. ബെയിലി പാലം നിർമ്മാണം പൂർത്തിയായതോടെ അതായത് വാഹനത്തിലൂടെ പോകാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാകും എന്നുള്ളത് തന്നെയാണ് ഒരു ആശ്വാസകരമായ കാര്യം. വയനാട് നിന്നും റിയാസ് KMR കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, കണക്കുകളൊക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയുന്നു 300-ലധികം പേരെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇനിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നാളെ ആയിരിക്കും. ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ പണി പൂർത്തിയായതോടുകൂടി കൂടുതൽ എളുപ്പമാകും ഇനി തിരച്ചിലിൻ്റെ. മറ്റു വാഹനങ്ങളൊക്കെ അവിടെ മറുകരയിൽ എത്തിക്കേണ്ട ഒരു കാര്യം കൂടി ഇനി നടക്കേണ്ടതുണ്ട്. ഇനി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പുതുതായിട്ട് പങ്കുവെക്കാനുള്ളത്? ബെയിലി പാലത്തിന്റെ പണി പൂർത്തിയായതോടുകൂടി ഏറ്റവും ആദ്യം സൈന്യത്തിന്റെ വാഹനങ്ങൾ തന്നെയാണ് കടത്തിവിട്ടത്. അതിൽ ആദ്യം ഇത് കമ്മീഷൻ ചെയ്തത് ഈ സൈന്യത്തിന്റെ ചുമതല വഹിക്കുന്ന മേജർ ജനറൽ TV മാത്യുവിന്റെ വാഹനമാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനമാണ് ഇതിലൂടെ ആദ്യം പ്രവേശിച്ചത്. തുടർന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും, അതായത് ചൂരൽമല ഭാഗത്ത് നിന്ന് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കും അദ്ദേഹം വരികയുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് സൈന്യത്തിന്റെ ശുശ്രൂഷ, അതായത് ചികിത്സാ സംബന്ധമായ കാര്യങ്ങളുള്ള വാഹനങ്ങൾ, മരുന്നുകളും മറ്റു കാര്യങ്ങളുമുള്ള വാഹനമാണ് പിന്നീട് കടത്തിവിട്ടത്. അതിനുശേഷം സൈന്യത്തിന്റെ വലിയൊരു ട്രക്ക് കടത്തിവിട്ടു. ഇപ്പോൾ കൂടുതൽ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഇവിടേക്ക് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. നേരത്തെ മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, P പ്രസാദ്, റവന്യൂ മന്ത്രി K രാജൻ തുടങ്ങിയവർ എത്തിയിരുന്നു. എന്തായാലും ഇത് യാഥാർത്ഥ്യമായതോടെ സൈനികരെല്ലാം തന്നെ വളരെയധികം അത്യാവേശത്തോടു കൂടിയാണ് ഈ ഒരു നേട്ടത്തെ കണ്ടത്. മേജർ ജനറൽ TV മാത്യുവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് സൈന്യത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമാണ് ഇത് എന്നുള്ളതാണ്. 24 മണിക്കൂറിനകം ഇങ്ങനെയൊരു പാലം യാഥാർത്ഥ്യമാക്കാനായി. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ പാലം കമ്മീഷൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ ദൗത്യത്തിന് വെല്ലുവിളിയായത് കനത്ത മഴയാണ്. കനത്ത മഴയും ഒപ്പം തന്നെ ഇതിന് അപ്പുറത്തെ ഭാഗത്ത്, അക്കരെ ഭാഗത്ത് കൃത്യമായ ഒരു ഇടം, ഇത് ഈ പാലത്തിന് തടഞ്ഞു നിർത്താൻ പറ്റിയ ഒരു ഇടം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയതുമെല്ലാമാണ് വലിയൊരു വെല്ലുവിളിയായത്. കൂടാതെ ഈ പുഴയിൽ നേരത്തെ ഉണ്ടായിരുന്ന ശക്തമായ കുത്തൊഴുക്ക്,
അതും വലിയ തടസ്സമായെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പാലം ജനങ്ങൾക്ക് വേണ്ടിയാണ് സൈന്യം നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഇത് മുണ്ടക്കൈയിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഈ പാലം നിലനിൽക്കും. അത് ഇവർക്ക് പകരമായ ഒരു പാലം വരുന്നിടത്തോളം കാലം ഇതൊരു സൈന്യത്തിന്റെ ഈ മുണ്ടക്കൈക്കാർക്കും ചൂരൽമലക്കാർക്കുമുള്ള പരസ്പരം ആശയവിനിമയത്തിനുള്ള ഒരു പാലമായി ബന്ധപ്പെടാനുള്ള ഒരു പാലമായി ഇത് മാറും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വളരെയധികം ആവേശത്തോടു കൂടിയാണ് സൈന്യം ആ ഒരു കമ്മീഷൻ ആ ഒരു സമയം അത്യധികം ആവേശത്തോടെ വലിയൊരു ദൗത്യമാണ് വിജയിച്ചത്. കാരണം ഈ രക്ഷാ ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷമായിരുന്നു അത്. ഏറെ നമുക്കെല്ലാം പ്രതീക്ഷ പകരുന്ന ഒരു നിമിഷം. കാരണം ഇനിയും മുണ്ടക്കൈയിൽ ഒരുപാട് മൃതശരീരങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മണ്ണിനടിയിൽ ആരെങ്കിലും പൊതിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനും അവിടെ രക്ഷാദൗത്യം നിർവഹിക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറെ നിർണായകമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് വലിയൊരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. റിയാസ്, അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം വിലയിരുത്താൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. യോഗത്തിന് ശേഷമൊക്കെ എന്തൊക്കെ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്? അതായത് രാഹുൽ ഗാന്ധി വളരെ വേദനയോടെ തന്നെ പറയുകയുണ്ടായി, അച്ഛൻ മരണപ്പെട്ടതിന് ശേഷമുള്ള അതേ വേദന തന്നെയാണ് അവരോട് സംസാരിക്കുമ്പോൾ തനിക്കുണ്ടായതെന്നുള്ളതടക്കം അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായും ക്യാമ്പുകളിലെല്ലാം തന്നെ സങ്കടം അണമുറിയുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഉറ്റവരെ നഷ്ടപ്പെട്ടതിന്റെ വേദന വാക്കുകൾക്ക് അതീതമാണ്. ഈ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരും അച്ഛന്മാരും, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള മക്കൾ, സ്വന്തം അമ്മയുടെയും സഹോദരിയുടെയും ജീവൻ പോകുന്നത് കൺമുന്നിൽ കാണേണ്ടി വരുന്ന വ്യക്തിത്വങ്ങൾ, സഹോദരന്റെ മരണം കാണേണ്ടി വരുന്ന സഹോദരി, അനാഥമായി പോയ കുടുംബം, പൂർണ്ണമായും തന്നെ തുടച്ചു നീക്കപ്പെട്ട കുടുംബങ്ങൾ, അങ്ങനെ വലിയൊരു വേദനയാണ് മുണ്ടക്കൈ സമ്മാനിക്കുന്നത്. ചൂരൽമലയും അത്തരത്തിൽ തന്നെയാണ് സമ്മാനിക്കുന്നത്. അങ്ങനെ അത്യധികം വേദനാജനകമായൊരു കാഴ്ചയാണ് ഇത് നൽകുന്നത് എന്നുള്ളതാണ്. ആ ഒരു രക്ഷാദൗത്യം ഇനിയിപ്പോൾ അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇനി പുരോഗമിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു അളവ് വരെ ഈ രക്ഷാദൗത്യം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇതുവരെയെല്ലാം തന്നെ വിജയപ്രദമായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സൈന്യത്തിന്റെ സേവനം തന്നെയാണ്. ഈ സൈന്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര വേഗം ഈ ഒരു രക്ഷാദൗത്യം കൂടുതൽ മുന്നോട്ട് നീക്കാൻ സാധിക്കുന്നതും ഈ ബെയിലി പാലം അടക്കമുള്ള പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതും. അതിനുശേഷം ഇപ്പോൾ ഇവിടെ KCB ഉദ്യോഗസ്ഥർ അന്ന് തന്നെ വന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അവർ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് പിന്നാലെ അവർ വൈദ്യുതി ഇവിടെ പോയതറിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക്, വെള്ളാർമല ഭാഗത്തേക്കും ഒപ്പം തന്നെ ചൂരൽമല ഭാഗത്തേക്കും അവർ ഓടിയെത്തിയിരുന്നു. അവർ അപ്പോൾ ഇതിന്റെ ഭീകരത എത്രമാത്രം ഉണ്ടെന്ന് അറിയാതെ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചാണ് അന്ന് KCB ഉദ്യോഗസ്ഥർ ഓടിയെത്തിയത്. അവർ അന്ന് തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് സാധ്യമായിരുന്നില്ല. പിന്നീട് ഇന്നിപ്പോഴിതാ ഈ ചൂരൽമല ഭാഗത്ത് വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതായത് തെരുവിളക്കുകളെല്ലാം തന്നെ പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടുണ്ട്. നാളെയോടുകൂടി മുണ്ടക്കൈ ഭാഗത്തെ വൈദ്യുതി കൂടി സജ്ജീകരിക്കാൻ സാധിക്കുമെന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും റിയാസ്, ഞാൻ തിരിച്ചെത്താം. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരു ഇടവേള അനിവാര്യമായിട്ടുണ്ട്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റിലേക്ക് കടക്കുന്നു.